ഗുഡ് ഈവനിങ് ഡേസ്. ദിസ് ഇസ് സിയ ദില്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഓഫീസിൽ അല്ല ഉള്ളത്, പുറത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഞാൻ ഓഫീസിലേക്ക് ഓടി എത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഇന്ന് കാറിൽ ഇരുന്ന് പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രശ്നമൊന്നുമില്ല, നമ്മളെല്ലാ ഫുൾ റിപ്പോർട്ടുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് IT സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറാണ് അല്ലേ. അത് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ കണ്ടിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ IT കമ്പനീസ് ആയിട്ടുള്ള ഇൻഫോസിസ്, വിപ്രോ, TCS അങ്ങനെ എല്ലാ കമ്പനീസും അവിടെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. അസഞ്ചർ എന്ന് പറയുന്ന IT കമ്പനീസ് അവിടുത്തെ റവന്യൂ ഇഷ്യൂ കാരണം 10% ഇടിവ് രേഖപ്പെടുത്തിയതാണ് US അതുവഴി ഇന്ത്യൻ ADR സ്റ്റോക്കുകളിലും വലിയൊരു സെല്ലിംഗ് പ്രഷർ കണ്ടത്. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മുടെ മാർക്കറ്റിൽ വന്നപ്പോൾ അതേ കാര്യം തന്നെ സംഭവിച്ചു. നമ്മളുടെ IT കമ്പനീസിൻ്റെ എല്ലാത്തിൻ്റെയും കൺസോളിഡേറ്റഡ് മാർക്കറ്റ് ക്യാപ്പ് 1.5 lakh crores ഇന്ന് ഒരു സിംഗിൾ ഡേ കൊണ്ട് വൈപ്പൗട്ടായി. അപ് ടു 9% വരെ IT സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ HAL, നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി, തേജസിൻ്റെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അത് മാനുഫാക്ചർ ചെയ്യുന്നതിൽ നിന്ന് ഈ കമ്പനി മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു തീരുമാനം. ആ HAL സ്റ്റോക്ക് നിന്ന് ഏകദേശം ഒരു 5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ആരാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? അദാനി ഡിഫൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഇവരൊക്കെ L&T ആയിട്ടും കൂടാതെ തന്നെ BML, ടാറ്റ പാറ്റേഴ്സൺ തുടങ്ങിയ കമ്പനീസൊക്കെ കൊളാബ് ചെയ്തിട്ടാണ് ഈ പുതിയൊരു എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ HAL വളരെയധികം ക്ഷീണമായി. HAL 5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. അതൊരു റിപ്പോർട്ട്. മൂന്നാമത് ദേവ്യാനി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന KFCയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ലോസ് കൂടിയെങ്കിൽ കൂടിയും റവന്യൂ സ്പൈക്ക് ചെയ്തു. സ്റ്റോക്ക് നിന്ന് ശക്തമായ രീതിയിൽ മുന്നേറി. നിഫ്റ്റി 25,800 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അടുത്ത റിപ്പോർട്ടുള്ളത് ടാറ്റ മോട്ടേഴ്സ്, ടാറ്റ ക്യാപിറ്റൽ, ICC പ്രൊഡൻഷ്യൽ, മുത്തൂറ്റ് ഫിനാൻസ് തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റി നെക്സ്റ്റ് 50ലേക്കും നിഫ്റ്റി 50ലേക്കൊക്കെ വരികയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഈ പുതിയ ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റ് ഉള്ളത് ഉക്രൈൻ, അപ്പോൾ റഷ്യ വാർ ഓൾമോസ്റ്റ് 3 year ആയിട്ട് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. അപ്പോൾ അതെല്ലാം തന്നെ രമ്യതയിൽ വരുത്താനായിട്ട് ഉക്രൈൻ പ്രതിനിധി സംഘം അബുദാബിയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അസഞ്ചറിൻ്റെ ആ ഒരു ഇഷ്യൂ കാരണം ഇന്നലെ നാസ്ഡാക്കെല്ലാം തന്നെ സീവിയർ സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റി 50ലും നമുക്ക് ഇന്ന് IT കമ്പനീസാണ് ടോപ്പ് ലൂസേഴ്സായിട്ട് ഉള്ളത്. IT കമ്പനീസ് എല്ലാം തന്നെ സീവിയർ സെല്ലിംഗ് പ്രഷറിലാണ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $107 ഉയർന്നു സ്പൈക്ക് ചെയ്തു. $5,054 ആയി പെർ ഔൺസിന്. $2 2% ആണ് ഇന്ന് സ്പൈക്ക് ചെയ്തത്, അഥവാ $107. സിൽവർ 7% സ്പൈക്ക് ചെയ്തു, $6 ഉയർന്നു 89. ബിറ്റ്കോയിൻ $2,000 ഇടിവ്. കൂടാതെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായിരുന്നു എക്സെപ്റ്റ് നിക്കി. ജപ്പാൻ മാർക്കറ്റ് 343 പോയിന്റ് ഒരു ഇടിവുണ്ടായി ജപ്പാൻ മാർക്കറ്റ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ഫ്ലാറ്റായ രീതിയിലാണ്. ഇതിൽ ജർമ്മൻ മാർക്കറ്റ് കാണാം 53 പോയിന്റ് ഇടിവ്. എന്നാൽ ഫ്രാൻസ്, UK മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ ക്ലോസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ADR സ്റ്റോക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് നിഫ്റ്റീനെ ഇന്ന് വലിയ തോതിൽ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തത്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു താരിഫിൻ്റെ എല്ലാം തന്നെ ആ ഒരു ഇളവ് കാരണം നിഫ്റ്റി അല്ലെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉണ്ടാക്കിയ സിംഗിൾ ഡേ ഹയ്യസ്റ്റ് റാലിയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഗ്യാപ്പപ്പാണ് നിഫ്റ്റിയിലൊക്കെ കണ്ടത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുള്ളായി, സന്തോഷമായി, ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഹാപ്പി ആയിപ്പോൾ മറുഭാഗത്ത് ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ വലിയ തോതിൽ അതിൻ്റെ നഷ്ടം സഹിച്ചു. അത് പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. പക്ഷേ ഇന്നലെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ അപ് ടു 22 lakhs വരെ നഷ്ടം വരുത്തിയ ആളുകളുണ്ട്. അതേപോലെ തന്നെ 22 lakhs വരെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആളുകളും മറുഭാഗത്തുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഈ ഒരു വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് ബയേഴ്സ് ഈ ഓവർനൈറ്റ് പൊസിഷൻ ബൈ ചെയ്യുന്നത് വളരെയധികം കുറവായിരിക്കും. പക്ഷേ സെല്ലേഴ്സ് ആ ഒരു ഡീക്ക് കിട്ടാനായിട്ട് ഒരുപാട് സെല്ലേഴ്സ് സെല്ലിംഗ് പൊസിഷൻസ് എല്ലാം തന്നെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു കനത്ത ഇടിയായി മാറി. ഒരു കാര്യം കൂടി റിമൈൻഡ് ചെയ്യാനുണ്ട്. നിഫ്റ്റി ഒരു പോസിറ്റീവ് ന്യൂസ് കാരണം ഒരു 1200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഒരു യുദ്ധം കാരണം അല്ലെങ്കിൽ ഈ ഒരു താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല, അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് കാരണം അപ് ടു 4,000 5,000 വരെ നിഫ്റ്റി ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ
ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. കാരണം അത്രയും ഓപ്പൺ ചെയ്താൽ പോലും, ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താൽ പോലും സർപ്രൈസ് ആവേണ്ട കാര്യമില്ല. കാരണം ഗ്യാപ്പ് അപ്പിൽ സർപ്രൈസ് ആവാതെ, ഗ്യാപ്പ് അപ്പിൽ നമ്മൾ സർപ്രൈസ് ആയിട്ടില്ല എങ്കിൽ, അത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാപ് ഡൗണുകളും വരും. ആ സമയത്ത് മാർക്കറ്റിനെ കുറ്റം പറയരുത്, അല്ലെങ്കിൽ മാർക്കറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയരുത്. കാരണം രണ്ട് സൈഡിലൂടെ മാർക്കറ്റ് അഗ്രസീവ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ഇപ്പോൾ ഇന്നലത്തെ കേസ് തന്നെ സീവിയറായിട്ട് ആളുകൾ നഷ്ടം വന്നല്ലോ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ടൊക്കെ ഹെഡ്ജ് പഠിക്കുകയാണെങ്കിൽ അത്ര പ്രശ്നങ്ങളില്ല. അപ്പോൾ ഓപ്ഷൻ, അതല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ കമ്മോഡിറ്റി മാർക്കറ്റ്, ക്രിപ്റ്റോ, ഫോറക്സ്, ഇന്ത്യൻ മാർക്കറ്റ്, ഇതെല്ലാം തന്നെ നമ്മുടെ കൊച്ചി ഓഫീസിലിരുന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. കൂടാതെ ഓൺലൈനായിട്ടും പഠിക്കാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാം. സൗണ്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ എഡിറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിവേ, നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ജിയോ ഫിനാൻസ് ഇവരുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് എൻ്റെ എല്ലാം തന്നെ സൈസ് ഓൾമോസ്റ്റ് ഡബിൾ ആക്കുമെന്നുള്ള ന്യൂസ് ഉണ്ട്. ടീം ലീസ് കമ്പനി ഇവർ 24% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. സ്റ്റോക്കിൽ നിന്ന് 5% റാലി. ഇമാമി നെറ്റ് പ്രോഫിറ്റ് 280 നിന്ന് 320 പ്രോഫിറ്റ് ഉയർന്നു. ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 24 നിന്ന് 14 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. സ്റ്റോക്ക് 5% ഫോൾ രേഖപ്പെടുത്തി. വണ്ടർല നെറ്റ് പ്രോഫിറ്റ് കുറച്ചുവെങ്കിൽ കൂടിയും റവന്യൂ 7% വർദ്ധിച്ചു. അതുകൊണ്ട് സ്റ്റോക്ക് നിന്ന് 2.5% റാലി. റൈറ്റ്സ് കമ്പനി അവർ 110 നിന്ന് 115 പ്രോഫിറ്റ് സ്ലൈറ്റ്ലി വർദ്ധിപ്പിച്ചു. അദ്വൈത എനർജി ട്രാൻസാക്ഷൻ കമ്പനിക്ക് 19 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സ്റ്റോക്ക് നിന്ന് 6% റാലി. പിള്ളൈറ്റ് ഇൻഡസ്ട്രീസ് കമ്പനി MD ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ടാർഗറ്റ് ഉയർത്തി. ഇപ്പോൾ വീക്കോളിൻ്റെ നിർമ്മാതാക്കളാണ്. ഗോൾഡ് ഇന്റർനാഷണൽ കമ്പനി 80 CR ഒരു ഓർഡർ അവർക്ക് ലഭിച്ചു എന്നുള്ള ന്യൂസ്. ബജാജ് ഫിൻസർവ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, 2229 കോടി രൂപ. ഭാരത് ഹെവി ഇലക്ട്രിക്സ് കമ്പനി ഇവർക്ക് പുതിയൊരു കോൺട്രാക്റ്റ് കിട്ടി 1200 കോടി രൂപയുടെ. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് കമ്പനി 300 കോടി രൂപയിൽ നിന്ന് 340 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. സിംഗാജി ഇൻഡസ്ട്രീസ് കമ്പനി ഹൈക്കോർട്ട് ഇവരുടെ MDക്ക് ബെയിൽ കൊടുത്തു എന്നുള്ള ന്യൂസ്. സ്റ്റോക്ക് ഇന്ന് 15% റാലി രേഖപ്പെടുത്തി. കപ്പാറ്റിസ ഇൻഫ്ര പ്രൊജക്ട് കമ്പനിക്ക് 445 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ആക്സിസൈഡ് ടെക് കമ്പനി ഇവർക്കും US കമ്പനിയിൽ നിന്നൊരു മേജർ ഓർഡർ കിട്ടി. സ്റ്റോക്ക് ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ അനിൽ അംബാനിക്കും ഫേവറബിളായ രീതിയിൽ ഹൈക്കോർട്ട് ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഈ റിലയൻസ് ഇൻഫ്രാ സ്റ്റോക്കുകളൊക്കെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ എനിവേ, നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെഷനിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.